നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയിലെ ഇന്നലെ റൗണ്ട് ഓഫ് 16 എഫ് സി ബാഴ്സലോണ റേസിങ്ങിനെ പരാജയപ്പെടുത്തുമ്പോൾ ഫെറാൻ ടോറസും ലാമിനെ യമാലുമാണ് അവരുടെ ഗോളുകൾ നേടിയത്. ഈ ഗോളുകൾക്ക് യഥാക്രമം ഫെർമിൻ ലോപ്പസും അതുപോലെ തന്നെ റാഫീഞ്ഞയുമാണ് അസിസ്റ്റുകൾ കൊടുത്തത്. റാഫീഞ്ഞ ഇപ്പം ഇന്നും ഫോമിലാണ്, എല്ലാവരും അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണാതെ പോകരുത് ഫെർമിൻ ലോപ്പസിൻ്റെ ഫോമും. 2026 ഈ വർഷം ഇതുവരെ ഫെർമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒന്ന് നോക്കുക. എസ്പാന്യോളിനെതിരെ ഇരട്ട അസിസ്റ്റുകളായിരുന്നു, അത്ലറ്റിക് ക്ലബിനെതിരെ ഇരട്ട അസിസ്റ്റുകളും ഒരു ഗോളും, റയൽ മാഡ്രിഡിനെതിരെ ഒരു അസിസ്റ്റ്, റേസിങ്ങിനെതിരെ ഇന്നലെ കിടിലൻ അസിസ്റ്റ്. എന്തു മനോഹരമായൊരു ലോങ് ബോളാണ് അദ്ദേഹം കൊടുത്തത് നോക്കണം. ആ ബോളുമായിട്ട് പോയിട്ടാണ് പിന്നെ ഫെറാൻ ടോറസിൻ്റെ ഗോൾ പിറക്കുന്നത്. സോ ഈ വർഷം കിടിലനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫെർമിൻ ലോപ്പസ്, അപ്പോൾ അവനെ മറക്കരുത്. അതോടൊപ്പം തന്നെ റാഫീഞ്ഞയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. റാഫീഞ്ഞ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. റാഫീഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ 10-11 ഗോൾ കോൺട്രിബ്യൂഷൻസ് 9 കളികളിൽ നിന്ന്, കഴിഞ്ഞ 9 കളികളിൽ നിന്ന് 11 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. 9 ഗോളുകൾ, 9 ഗെയിമുകൾ, 8 ഗോളുകളും 3 അസിസ്റ്റുകളും. ഓരോ 56 മിനിറ്റിലും അദ്ദേഹത്തിൻ്റെ വക ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. 4 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് 15 കീ പാസുകൾ കൊടുത്തു, 32 ഷോട്ടുകൾ ഈ കഴിഞ്ഞ 9 കളികളിൽ നിന്ന്. അതിൽ 11 ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. ഓരോ ഗോളിനും 4 ഷോട്ടുകൾ വരുമ്പോൾ ഒരു ഗോൾ എന്ന രൂപത്തിൽ അദ്ദേഹം ആവറേജ് അടിക്കുന്നുമുണ്ട്. സോ റാഫീഞ്ഞ ബാഴ്സയുടെ ലീഡറാണ്. അത് അദ്ദേഹം വീണ്ടും കളിക്കളത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.